ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ തേർഡ് തിയറിയാണ്, മോഡിഗ്ലാനി-മില്ലർ തിയറി. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് മേജർ അസംഷൻസ് ഓഫ് ദിസ് തിയറി ആർ there are no corporate taxes, tax illa, and there is a perfect market. Investors act rationally. The expected earnings of all the firms have identical risk characteristics. The cutoff point of investment in a firm is a capitalization rate, the cost of capital aanu. Risk to investors depends upon the random fluctuations of the expected earnings, as well as all earnings are distributed to the shareholders. ഇതാണ് നമ്മുടെ അപ്രോച്ച് എന്നുള്ള ഈ തിയറിയുടെ ബേസിക് എസംഷൻസ്. ഇനി എന്താണ് തിയറി എന്ന് നമുക്ക് നോക്കാം. അണ്ടർ മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച് there are two classifications of theories. രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് ഈ തിയറി കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ദ തിയറി ഓഫ് ഇറെലവൻസ് തിയറി. ഇത് പറയുന്ന സിറ്റുവേഷൻ എന്താണെങ്കിൽ where the corporate taxes does not exist. Corporate taxes exist ഇല്ലാത്ത, അതായത് in the absence of corporate taxes ആയ സിറ്റുവേഷൻ ആണ് തിയറി ഓഫ് ഇറെലവൻസ്. And the second case ആണ് when there is corporate taxes ഉണ്ടാകുമ്പോൾ, and which is known as the theory of relevance theory. അപ്പോൾ മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. രണ്ട് തിയറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ദ തിയറി ഓഫ് ഇറെലവൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ തിയറി ഓഫ് റെലവൻസ്. അല്ലെ ഡിഫറൻസ് പറയുന്നതാണ്. ഇറെലവൻസ് ആണെങ്കിൽ അവിടെ കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്നാണ് എസംഷൻ. ആൻഡ് ഇഫ് ദർ ഇസ് relevance ആണെങ്കിൽ when there is corporate taxes. ഇവിടെ assumptions നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു there is no corporate taxes. It is in the case of theory of irrelevance. Then what is theory of irrelevance? എന്താണ് theory of irrelevance എന്നാണ് നമ്മൾ നോക്കുന്നത്. It's similar to net income theory, NI approach. Net operating income theory, NOI approach. അതായത് the cost of capital is not affected by the changes in the capital structure. Capital structureൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ഏത് പ്രപ്പോർഷനിൽ ഡെറ്റ് ഇക്വിറ്റി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിച്ച് മീൻസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ദ KO ഡിഫറൻസ് ഇല്ല എന്നാണ് പറയുന്നത്. So that which means the debt equity makes us irrelevant in the determination of the total value of the firm. Value of the firm calculate ചെയ്യുമ്പോൾ debt equity mix എന്ന് പറയുന്നത് ടോട്ടലി കംപ്ലീറ്റ്ലി ഇറെലവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദർ വിൽ ബി നോ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഒപ്റ്റിമൽ ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇറെലവൻ്റ് ആയിരിക്കുന്നത്? നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പഠിച്ചു. കാരണം ഡെറ്റ് ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ദാൻ ഇക്വിറ്റി. ബട്ട് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ലോവസ്റ്റ് ഡെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് will be offset by equally by the increased cost of equity. ഈ ഡെപ്റ്റിൻ്റെ ലോ increased cost of equity ആയിട്ട് ഓഫ്സെറ്റ് ആയി പോകും. അതുകൊണ്ട് കൂടുതൽ ഡെപ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഇല്ല, ഒരു ബെനിഫിറ്റും ചേഞ്ചസ് വരുന്നില്ല. അതുകൊണ്ടാണ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കാം. X axis represents the degree of leverage, Y axis represents the cost of capital, and the straight line ആയിട്ട് കോൺസ്റ്റൻ്റ് ആയി ലൈൻ കാണിക്കുന്നത് the KO, the overall cost of capital, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. and this is the KE ആദ്യം ബിഗിൻ ചെയ്യുന്നത് 0 ആയിരിക്കും. when there is no debt ആണെങ്കിൽ KE equal to K0, then അവിടെ നിന്ന് വന്ന് അത് താഴേക്ക് പോകുന്ന ഒരവസ്ഥ. as well as what about KD, that is cost of debt, എങ്ങനെയാണ്? അതും ഒരു കോൺസ്റ്റൻ്റ് ആയി ഒരു KOനോട് അടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഏത് തിയറിയാണിത്? ദ തിയറി ഓഫ് ഇറെലവൻസ്, മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ചിലെ തിയറി ഓഫ് ഇറെലവൻസ് നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം ഇവർ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ ഒരേപോലെയുള്ള മാർക്കറ്റ് വാല്യൂ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ ഒരേപോലെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്, അതായത് ഇവിടെ വേറൊരു അസംഷനും കൂടി ഉണ്ട്. മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ചിൽ പറയുന്നത് എന്താണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒഴിച്ച് ബാക്കി എല്ലാ തരത്തിലും
ഒരേപോലെയാണെങ്കിൽ മനസ്സിലായോ? If there is two identical firms in all respect except their capital structure, cannot have different market value or cost of capital. അങ്ങനെയാണെങ്കിൽ കൂടി ഡിഫറെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ ഡിഫറെൻറ്റ് മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് രണ്ട് ഫേംസ് എല്ലാ തരത്തിലും ഒരേപോലെയാണ്, എക്സെപ്റ്റ് ദെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്രൊപ്പോർഷൻ will not have different market value or cost of capital. And why this is happening? Because of the arbitrage process. Arbitrage process കൊണ്ടാണ് ഇതിന് സംഭവിക്കുന്നത്. And what is this arbitrage process എന്ന് അറിയുമോ? Arbitrage process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ റിസ്കിലുള്ള സെക്യൂരിറ്റി മേടിച്ച് ഹൈ റിസ്കി മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്ന ഒരു ഇത്. അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് in which buying a security which has low risk and selling it in a high risk in market. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഓവർ വാല്യൂഡ് ഫേം ആണെങ്കിൽ, അതായത് ഓവർ വാല്യൂഡ് ഫേം എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുതലായിരിക്കും. പ്രൈസ് കൂടുതലായി നിൽക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് വിൽ ഹാവ് എ ടെൻഡൻസി ടു സെൽ ദ ഷെയർസ് ആൻഡ് ടു ബൈ ദ ഷെയർസ് ഓഫ് ദ അണ്ടർ വാല്യൂഡ് ഫേം. അത് ഓവർ വാല്യൂഡ് ഫേം, അതായത് പ്രൈസ് കൂടി നിൽക്കുന്ന ഓവർ വാല്യൂഡ് ഫേമിന് ഷെയർസ് സെൽ ചെയ്ത് അണ്ടർ വാല്യൂഡ് ഫേംസിൻ്റെ ഷെയർസ് ബൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് ഫേമിൻ്റെയും ഓവർ വാല്യൂഡിൻ്റെയും അണ്ടർ വാല്യൂഡ് ഫേമിൻ്റെയും മാർക്കറ്റ് വാല്യൂ സെയിം ആകുന്നത് വരെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആർബിട്രേജ് പ്രോസസ്സിൽ വേറെ കാര്യം എപ്പോഴും പറയുന്നത്, ഒരിക്കലും കുറേ കാലത്തേക്ക് ഒരു ലോങ് പീരീഡിലേക്ക് ഒരു സെക്യൂരിറ്റി പല പ്രൈസിൽ സെല് ചെയ്യാൻ പറ്റില്ല. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു മാർക്കറ്റ് സ്പെക്കുലേഷൻ ഒക്കെ പോലെ തന്നെ ഒരു ലോ പ്രൈസിലുള്ള സാധനം നമ്മൾ വേറെ മാർക്കറ്റിൽ ഹൈ പ്രൈസിന് വിൽക്കുന്നു, അപ്പോൾ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നു. ബട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ അധികം നാളും നീണ്ടു നിൽക്കില്ല. കാരണം അവിടെ ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നത് കൊണ്ട് അത് ഈക്വലൈസ് ആയി പോകും. മാർക്കറ്റ് വാല്യൂ സെയിം തന്നെയായിരിക്കും രണ്ട് കമ്പനിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് ഫേംസ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ലെറ്റ് us take two firms X and Y. ഇത് എല്ലാ തരത്തിലും സെയിം തന്നെയാണെന്ന് വിചാരിക്കുക. ഫേം എക്സ് എന്ന് പറയുന്നത് ഡെറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫേമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് വിച്ച് ഇസ് നോൺ ആസ് ദ ലിവറേജ്ഡ് ഫേം. ആൻഡ് ദ ഫേം വൈ എന്ന് പറയുന്നത് ഓൾ ഇക്വിറ്റി ഫേമാണ്. അതായത് ലിവറേജ് ഇല്ല. ലിവറേജ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെറ്റ് ഫേമാണ്, അല്ലെങ്കിൽ ഓൾ ഇക്വിറ്റി ഫേമാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് ലിവറേജ്ഡ് ഫേം, വൈ എന്ന് പറയുന്നതാണ് ഓൾ ഇക്വിറ്റി ഫേം. ആൻഡ് ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് ലിവേർഡ് ഫേമിന് നമുക്ക് എന്താണ് കൂടുതൽ ഗുണം? ലിവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഫണ്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫേമിനെയാണ് നമ്മൾ ലിവേർഡ് ഫേം എന്ന് പറയുക. ലിവേർഡ് ഫേമിന് കൂടുതൽ റിട്ടേൺ കിട്ടും. കാരണം നമ്മൾ ഇത് ആയതുകൊണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡെറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇല്ല, അതുകൊണ്ട് തന്നെ കുറവായതുകൊണ്ട്, ഇല്ല എന്നല്ല കുറവായതുകൊണ്ട് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നത് കൊണ്ട് ലിവേർഡ് ഫേമായ എക്സിന് വാല്യൂ ഓഫ് ദ ഫേം കൂടുതലായിരിക്കും, അതിൻ്റെ ഫേമിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ബട്ട് അപ്രോച്ച് അനുസരിച്ച് പറയുന്നു കൂടുതൽ നാൾ ഇത് നിലനിൽക്കില്ല എന്ന്. കാരണം എന്ത് സംഭവിക്കും? ദ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ദ ഫേം എക്സ് whose value is greater will sell their shares and buy the shares of firm Y whose value is lower. അങ്ങനെ അവർ പർച്ചേസ് ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രോസസ്സിനെയാണ് ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ഈ ആർബിട്രേജ് പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ if there is two identical firms ആണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാത്രമേ മാറ്റുള്ളൂ എങ്കിലും എന്ത് സംഭവിക്കില്ല, will not have the different market value or the cost of capital. different cost of capitalലോ മാർക്കറ്റ് വാല്യൂവിലോ ഡിഫറൻസ് വരില്ല. ഇതാണ് നമ്മുടെ തിയറി ഓഫ് ഇർറെലവൻസ്. ഇനി തിയറി ഓഫ് റെലവൻസ് പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ നെറ്റ് ഇൻകം തിയറി പോലെയാണ്. ഇവിടെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് അറ്റൈൻ ചെയ്യാമെന്ന് പറയുന്നു ബൈ മാക്സിമൈസിങ് ദ ഡെപ്റ്റ് മിക്സ് ഇൻ ദ ഇക്വിറ്റി ഓഫ് ദ ഫേം. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെറ്റ് ഫണ്ട്സിനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹൈ റിട്ടേൺ എൻഷുർ ചെയ്യാൻ പറ്റും. And it is also says that the value of the firm will increase or the cost of capital will decrease with the use of the debt on account of deductibility of interest charges for tax purposes. ഇത് നമ്മൾ എക്സാക്ട്ലി നെറ്റ് ഇൻകം തിയറി പോലെയാണ് ഈ തിയറി ഓഫ് റെലവൻസ് പറയുന്നത്.
approach, the value of levered and unlevered firm എങ്ങനെ represent ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. X-axis represents the degree of leverage. Y-axis represents the cost of capital. The value of the firm. Value of the firm എങ്ങനെയാണ് degree of leverage ആയിട്ട് വന്നിരുന്നതാണ് കാണിക്കുന്നത്. So Y-axis represents the value. And this represents the value of unlevered firm. And എപ്പോഴും value of levered firm ആയിരിക്കും unlevered firmനേക്കാളും കൂടുതൽ. And ഈ diagonal ആയി വരുന്നതാണ് the value of levered firm. The value of levered firm is always greater than value of unlevered firm. Why? Interest in the benefit ഉള്ളതുകൊണ്ട്. Due to the value of interest tax shield. അതുമൂലമാണ് value of levered firm കൂടുതലാണ് എന്ന് പറയുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ the value of unlevered firm equal to EBIT divided by KO. അതായത് ടാക്സസ് ഉണ്ടെങ്കിൽ 1 minus T, ഇല്ലെങ്കിൽ ഇല്ല. EBIT divided by KO. EBIT stands for the earnings before interest and tax, and KO stands for overall cost of capital. And the value of levered firm equal to value of unlevered firm plus T into D. T stands for tax rate and D stands for the amount of debt. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് value of levered firm കിട്ടും. So this is a formula for calculating the value of unlevered firm and the value of levered firm. And the value of unlevered firm is always denoted by VU, and the value of levered firm is denoted by VL. Here is a question. There are two firms X and Y which are exactly identical except that X does not use any debt in its financing, which means X എന്ന് പറയുന്നത് all equity firm ആണ്. While Y has rupees 1 lakh 5% debentures in its financing. Both the firms have earnings before interest and tax of rupees 25,000 EBIT, and the equity capitalization rate is 10% and tax rate is 50%. Calculate the value of the firm using M and M approach. M and M approach use ചെയ്തിട്ടാണ് value of the firm calculate ചെയ്യുന്നത്. Okay, ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, മിസ്സിനെ അറിയിക്കുക. And the major limitations of the MM theory. And first limitation ആണ് discrepancy in lending and borrowing rate of the firms and individuals. കാരണം ഇവിടെ നമ്മൾ എസംഷനിൽ പറഞ്ഞു ഇൻഡിവിജ്വൽസും ഫേംസും ബോറോ ചെയ്യുന്നതും ലെൻഡ് ചെയ്യുന്നതും ഒരേ റേറ്റിലാണെന്നാണ് എസംഷൻ. അത് ശരിയല്ല. കാരണം ഫേമിന് കൂടുതൽ ക്രെഡിറ്റ് റേറ്റിംഗ് അവർക്ക് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ചീപ്പർ റേറ്റിൽ കൂടുതൽ ലോൺ കിട്ടും ദാൻ ഇൻഡിവിജ്വൽസ്. അതുകൊണ്ട് ഈ ആർബിട്രേജ് പ്രോസസ് ക്ലിയർ ആയിട്ട് നടക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ ഡിഫറൻസ് ഇൻ പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് ലെവറേജ്. MM approach assumes the same risk with both personal as well as the corporate leverage. Personal leverage എന്ന് പറഞ്ഞാൽ ഫേംസ് ബോറോയിങ് ചെയ്യുന്നതിനാണ് പേഴ്സണൽ ലെവറേജ് എന്ന് പറയാം. ആൻഡ് കോർപ്പറേറ്റ് ലെവറേജ് എന്ന് പറഞ്ഞാൽ ഓരോ കോർപ്പറേറ്റുകളും കമ്പനീസും ഇൻക്ലൂഡ് ചെയ്യുന്ന ബോറോയിങ് ഫണ്ട്. അതിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. രണ്ടും ഇൻഡിവിജ്വലും നമ്മുടെ കമ്പനിയും ഒരേ ലെവലിലുള്ള റിസ്ക് ലെവലല്ല ചൂസ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. MM അപ്രോച്ച് പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ബട്ട് റിയൽ സിറ്റുവേഷൻസിൽ ഈ ബ്രോക്കറേജും കമ്മീഷൻ ആയിട്ടുള്ള അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്ട്രിക്ഷൻസ്. ഈ LIC UTI പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരിക്കലും പേഴ്സണൽ ലിവറേജ് ചെയ്യാനോ അങ്ങനെയുള്ളതിനൊന്നും അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് അത്രയും ഒരു ബെനിഫിറ്റ് ആർബിട്രേജ് പ്രോസസ്സിൽ നിന്ന് കിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. കോർപ്പറേറ്റ് ടാക്സസ്. നമ്മൾ ഇറെലവൻസ് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു ടാക്സ് ഇല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ബട്ട് അത് തീർത്തും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസംഷനാണ്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ഷെയർ പ്രൈസ്. ഷെയർ പ്രൈസിനെ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനൊന്നും ഒരിക്കലും, അതായത് ഒരു ഫേമിൽ പറഞ്ഞു ഒരു ഓവർ വാല്യൂഡിൽ നിന്ന് വിറ്റ് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഷെയർസ് വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞു. ബട്ട് ഒരു ഇൻഡിവിജ്വൽ അങ്ങനെ പർച്ചേസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ഇൻഡിവിജ്വൽ അങ്ങനെ പർച്ചേസ് ചെയ്തതുകൊണ്ട് കമ്പനിയുടെ ഷെയർ പ്രൈസിന് വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഇൻഫോർമേഷൻ ആക്സസ്. ഈ മോഡിഗ്ലാനി മില്ലർ തിയറി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടെന്നാണ്, കമ്പനീനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടെന്നാണ്. ബട്ട് ആക്ച്വലി അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു
assumption ആണ്. അങ്ങനെ complete information എല്ലാ ഇൻവെസ്റ്റർക്കും ഒരേപോലെ കിട്ടണമെന്നില്ല. So these are the limitations of the MM theory. So thank you.